നമസ്കാരം. ആര്യ രാജേന്ദ്രനെ കല്യാണം കഴിച്ചതു മുതൽ സച്ചിൻ ദേവ് MLAക്ക് വെച്ചടി ഇറക്കമാണ്. റിയാസിന്റെ കാല് നക്കി മന്ത്രി കസേര കയ്യെത്തും ദൂരത്തെത്തിയതാണ് സച്ചിന്. എന്നാൽ വണ്ടി തടഞ്ഞ മേയർ ഗുണ്ടായിസം കാണിച്ചതോടെ തെറിച്ചത് സച്ചിൻ മോഹിച്ച മന്ത്രി കസേരയാണ്. ഇപ്പോൾ MLA കസേരയും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. ആര്യ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരങ്ങൾക്കും ധാർഷ്ട്യത്തിനും തൊലയുന്നത് സച്ചിന്റെയും രാഷ്ട്രീയ ഭാവിയാണ്. ആര്യ സച്ചിൻ എന്ന് കേട്ടാലേ മലയാളിക്കിപ്പോൾ നെറ്റിച്ചുളിയും. ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ആര്യ തന്നെയാണ്. CPMന്റെ മാൻബ്രേക്ക് പിണറായി ആയതുപോലെ സച്ചിന്റെ മാൻബ്രേക്ക് ഇഫക്റ്റ് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ ആവുകയാണ്. ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ സച്ചിൻ ആര്യ മുഖങ്ങൾ കാണിച്ചാൽ 10 വോട്ട് പോലും തികച്ചു കിട്ടില്ല എന്ന് മുതിർന്ന നേതാക്കൾ വിധിയെഴുതി. അങ്ങനെ മത്സരിക്കാമെന്ന മോഹം 8ആയി മടക്കി പെട്ടിയിൽ വെക്കുന്നതാണ് ആര്യയ്ക്കും സച്ചിനും നല്ലത്. അപകടം മണത്തതോടെ ക്ലിഫ് ഹൗസിലെത്തി റിയാസിക്ക് മുന്നിൽ കരയാനായിരിക്കും ഇനി ആര്യയുടെ അടുത്ത അടവ്. മരുമോൻ മന്ത്രിയാണല്ലോ സച്ചിനെയും ആര്യയെയും ഒക്കെ താങ്ങി നിർത്തുന്നത്. മരുമോന്റെ കസേരയും കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയായിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് മരുമോനിനി ആര്യയെയും സച്ചിനെയും രക്ഷിക്കാൻ കഴിയുക? പിണറായിസം ചവിട്ടി പുറത്താക്കാൻ ഒരുപറ്റം കണ്ണൂർ സംഘവും കളത്തിലിറങ്ങിയിട്ടുണ്ട്. പിണറായിസത്തിന്റെ വേരറുക്കുന്നതോടെ മരുമോന്റെ ഭാവിയും തീർന്നു. അതുകൊണ്ട് തൽക്കാലം ആര്യയെയും സച്ചിനെയും താങ്ങാൻ വീണമോൾ റിയാസിക്ക് സമ്മതിക്കില്ല. സച്ചിന്റെയും ആര്യയുടെയും രാഷ്ട്രീയ ഭാവി ഏതാണ്ട് തീരാറായി. ജനങ്ങൾ വെറുത്തുപോയി ഇരുവരെയും. മേയർ കസേരയിൽ ഇരുന്നു കൊണ്ട് ആര്യ രാജേന്ദ്രൻ കാണിച്ചു കൂട്ടുന്നത് ഇതൊക്കെയാണ് എങ്കിൽ MLA കസേര കൂടി പോയാൽ എന്താകും സ്ഥിതി എന്നാണ് ചോദ്യം. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഈ യുവ നേതാക്കൾക്ക് എതിരാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി യോഗത്തിൽ ആര്യയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയർന്നത്. ഇനിയൊരു പ്രശ്നമുണ്ടാക്കിയാൽ വലിച്ചു പുറത്തിടുമെന്ന് അന്നേ താക്കീതുണ്ടായിരുന്നു. നന്നാകാൻ ആര്യ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോയിയുടെ മരണവും ഇടുത്തിയായി വന്നു. കോർപ്പറേഷന്റെ അനാസ്ഥ വീണ്ടും ചർച്ചകളിൽ നിറഞ്ഞതോടെ പിടിപ്പുകെട്ട മേയർ എന്ന പേര് വീണ്ടും ആര്യയ്ക്ക് മുകളിൽ പതിച്ചു. തോട് റെയിൽവേയുടേതാണ് എന്നും അവർ വൃത്തിയാക്കട്ടെ എന്നും കോർപ്പറേഷൻ മേയർ നിരുത്തരവാദിത്വപരമായി പ്രസ്താവന ഇറക്കിയപ്പോൾ പാർട്ടി വീണ്ടും വെട്ടിലായി. അങ്ങനെ അടിമുടി ആര്യ കുളം തോണ്ടി വെച്ചിരിക്കുകയാണ് തിരുവനന്തപുരം. ആര്യ കാരണം സച്ചിനും ജനപ്രീതി മങ്ങിക്കഴിഞ്ഞു. ബാലുശ്ശേരി MLA സച്ചിൻ ഇതിനു മുൻപ് ഇത്ര വിവാദങ്ങളിലൊന്നും പെട്ടിട്ടില്ല. ബസ് തടഞ്ഞ് ഗുണ്ടായിസം കാണിച്ചതോടെ സച്ചിന്റെ കാര്യത്തിലും തീരുമാനമായി. ഗുണ്ടാ ദമ്പതികൾ എന്ന ടാഗ് ലൈനും വീണു ഇരുവർക്കും. ആര്യ കാരണം സച്ചിൻ ദേവും വെറുക്കപ്പെട്ടവനായി. അടുത്ത തവണ സച്ചിനെ മത്സരിക്കാൻ നിർത്തുമോ എന്ന് തന്നെ സംശയമാണ്. റിയാസ് പക്ഷക്കാരനാണ് സച്ചിൻ ദേവ്. ഈ അടുപ്പമാണ് രാധാകൃഷ്ണന് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞപ്പോൾ പകരം സച്ചിനെ മന്ത്രിയാക്കണമെന്ന് റിയാസ് പക്ഷം വാശി പിടിച്ചതിലേക്കും മുതിർന്ന നേതാക്കൾ ആ നീക്കം തടഞ്ഞതിലേക്കും OR കേളുവിന് വഴിയൊരുക്കിയതിലേക്കും ഇടയാക്കിയത്. ഇനിയിപ്പോൾ സച്ചിൻ MLA കസേര കൂടി പോകുമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്.